ഒരു ബാർസലോണ ഫാനായതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ ഒരു പ്രൗഡായിട്ട് തോന്നിയ ഒരു മാച്ച് ഡേ ആണ് ഇന്ന്, കുറേ കാലത്തിന് ശേഷം. കാരണം ഇന്ന് പുള്ളിയുടെ പെർഫോമൻസ്, കളി തോറ്റു 4-3 കളി, മറ്റേ അഗ്രിഗേറ്റ് സ്കോറിൽ കളി തോറ്റു. പക്ഷെ ഇന്ന് പുൾ ഓഫ് ചെയ്ത ആ മെൻറ്റാലിറ്റി, ആ എന്താ പറയുക, ആ ഒരു വിൽ പവർ, ഇത് നമ്മളെ കൊണ്ട് സാധിക്കുന്നുള്ള ഡിറ്റർമിനേഷനിൽ പ്ലെയേഴ്സ് കളിച്ച് ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ആ മെൻറ്റാലിറ്റിയിൽ ഇന്ന് കളിച്ച പോലെ ഫസ്റ്റ് ലെഗിൽ ഇന്ന് കളിച്ച മെൻറ്റാലിറ്റിൻ്റെ ഒരു 5% ഫസ്റ്റ് ലെഗിൽ കളിച്ചിരുന്നെങ്കിൽ, ഒരു 5% ഇതിൻ്റെ പകുതി ഗോൾസ് നമ്മൾ കൺസീഡ് ചെയ്തില്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഡിസർവിങ് ആയിട്ട് നമുക്ക് ഫൈനലിലേക്ക് പോകുമായിരുന്നു. ആൻഡ് ഇന്ന് ബാർസലോണ ഡിഫൻസിന് ഇത്രയും ടോപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇന്ന് നല്ല രീതിയിൽ കാണിച്ചു. ഇന്ന് എത്ര നീറ്റായിട്ട് ഒരു ആദ്യത്തെ ഗ്രീസ്മാൻ്റെ 2 ചാൻസ് അല്ലാണ്ട് ഒരു ചാൻസ് പോലും കൺസീഡ് ചെയ്തില്ല, ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല. അത്രയും നീറ്റായിട്ട് എല്ലാവരും ഒത്തൊരുമയിൽ നിന്ന് ഡിഫെൻഡ് ചെയ്ത്, അത് നമ്മളെ ഫസ്റ്റ് ചോയ്സ് ഡിഫെൻസീവ് പെയറിങ് അല്ലാത്ത എറിക് ഗാർസിയ ഇല്ലാഞ്ഞിട്ട് പോലും. അപ്പം ഇത് ഇവരെ കൊണ്ട് പറ്റുന്ന ഇവർക്ക് അറിയാം, പക്ഷെ ഇവർ ചെയ്യാൻ എല്ലാ കളിയിലും ഗോൾ വിട്ടു കൊടുക്കും ആദ്യം. അത്ലറ്റിക്കോന് ഇത് അത്ര ഈ പൊടി വ്യത്യാസത്തിലാണ് കളി പോയത് ഇന്ന്. ആൻഡ് അത്ലറ്റിക്കോനെ പിന്നെ പറയണ്ടല്ലോ, ആരാ പറഞ്ഞത് അത്ലറ്റിക്കോൻ്റെ സിമിയോണിയുടെ ടാക്ടിക്സ് ഒക്കെ ലുക്മാനെ വെച്ചിട്ട് മാറ്റി, മാങ്ങാത്തോലി അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കൂല എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും അണ്ണൻ്റെ കിളി പോയി. കാരണം പുള്ളി വിചാരിച്ച് ഇന്ന് ബസ് പാർക്ക് ചെയ്യുന്നില്ല വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. ആദ്യം ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ കിട്ടിയപ്പോൾ തന്നെ പുള്ളീൻ്റെ കിളി പകുതി പോയിരുന്നു. പഴയ സിമിയോണിയിലേക്ക് തന്നെ തിരിച്ചെത്തി മൂപ്പര്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതോടുകൂടി പുള്ളി വീണ്ടും ഡിഫൻഡർ ഓരോ 5-5 മിനിറ്റ് വെച്ചിട്ട് ഓരോ ഡിഫൻഡർ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക, ഓരോ 5-5 മിനിറ്റ് വെച്ചിട്ട്. അന്ന് ഇറക്കി ലാസ്റ്റ് എന്ത് ഡിഫെൻഡിങ് എന്നാ പറയണ്ടേ, 10 ആൾ നിന്ന് ലാലിഗയിലെ ഏറ്റവും ആൻറ്റി ഫുട്ബോൾ കളിക്കുന്ന ഗത്താഫെ പോലും ഇതിൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും. 4 ഗോളിൻ്റെ ലീഡ് ഉണ്ടെങ്കിൽ ഇതിൽ നീറ്റ് ആൻഡ് വൃത്തിക്ക് ഡിഫെൻഡ് ചെയ്യും അവർ ഗത്താഫെ. സത്യം പറയില്ല, റയൽ മാഡ്രിഡിനെക്കാളും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ടീമാണ് ലാലിഗയിലെ അത്ലറ്റിക്കോ മാഡ്രിഡ്, ബിക്കോസ് ഓഫ് ഡിയാഗോ സിമിയോണിയുടെ ടാക്ടിക്സ്. ഈ ചില സമയത്തിൽ നമുക്ക് എറിഞ്ഞ് പൊളിക്കാൻ കണ്ടോണ്ടിരിക്കുന്ന TV, അങ്ങനത്തെ ടാക്ടിക്സാണ് ചില സമയത്ത്. ഇത് ഓപ്പൺ ടു ഓപ്പൺ പ്ലേ മൂപ്പർ എന്തായാലും കളിക്കാൻ പോകുന്നില്ല എന്നുള്ളത് 100% ഷുവറാണ്. എന്നാലും കുറേ ആൾക്കാർ പറയുന്നത് കേട്ടായിരുന്നു ഇന്ന് സിമിയോണി ഫുൾ ഔട്ട് അറ്റാക്കിലാന്ന് വരുന്നത്, സിമിയോണി പാഠം പഠിച്ചു അതെല്ലാം പറഞ്ഞിട്ട് പുള്ളി അതിനുള്ള ഫോർമേഷനാണ് ഇറക്കിയത്, ബസ് പാർക്ക് ചെയ്യാനല്ലാണ്ട്. പക്ഷെ കളി തുടങ്ങിയപ്പോൾ വീണ്ടും ചങ്കരൻ തെങ്ങിൻ്റെ മുകളിൽ തന്നെ ബസ് പാർക്കിങ്. പിന്നെ പറയാനാണെങ്കിൽ നമ്മളെ ബെർണാളിൻ്റെ പെർഫോമൻസ്, ബെർണാളിൻ്റെ കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി പറ്റി പോയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ഈ സീസണിൽ മനസ്സിലാക്കുന്നു. ബെർണാളിനെ പോലെ ഒരു യുണീക്ക് പ്ലെയർ, ഈ ക്യാൻ സ്കോർ, അതായത് സ്കോർ ചെയ്യാം, പാസ് ക്രിയേറ്റ് ചെയ്യാം, ഡിഫെൻഡ് ചെയ്യാം, ഇങ്ങനത്തെ പോലത്തെ ഒരു ഈ ബൂസ്കറ്റ്സിന് ശേഷം ഇതുപോലത്തെ ഒരു പ്ലെയർ. ബൂസ്കറ്റ്സിന് സ്കോർ ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരുന്നു, പക്ഷെ ബെർണാളിന് അതിനും പറ്റുന്നുണ്ട്. കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഫെറാൻ ടോറസിനെ ഇനി സ്റ്റാർട്ട് ചെയ്യരുത് പ്ലീസ്. ആ ഒരു സ്ട്രൈക്കർ ഉണ്ട് എന്ന് പോലും തോന്നിയിട്ടില്ല ആദ്യത്തെ 64 മിനിറ്റ്. ആ ഒരു ടീമിൽ 64 മിനിറ്റ് സ്ട്രൈക്കറിലാണ് നമ്മൾ ടീം കളിച്ചിട്ടുണ്ട്. ഒരു 6 കളിയിൽ ഗോൾ അടിക്കാത്ത ഫെറാൻ ടോറസിനെ എന്തിന് ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ കളിച്ചിട്ട് ഗോൾ അടിക്കാൻ പറ്റാതെ, അതും ബാർസലോണയെ പോലെ പെഡ്രി, ലമീൻ യമാൽ, റാഫീനിയ, ഫ്രാങ്കി ഡിജോങ്, ഫെർമീൻ ലോപ്പസ്, ഇത്രയും ബോൾ പാസ് ചെയ്ത് തരാൻ ആളുണ്ടായിട്ട് 6 കളിയിൽ ഗോൾ അടിക്കാത്ത സ്ട്രൈക്കറിനെ ഈ കളിയിൽ ഇറക്കിയെന്ന് കണ്ടപ്പോഴേ പകുതി കളി പോയിന്. ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന റാഷ്ഫോർഡിനെ ഇറക്കുന്ന, എന്തിന് ഇവനെ ഇറക്കുന്നേ? ഫറാനെ സബ്ബാക്കിയിട്ട് ഇരുത്ത്, റാഷ്ഫോർഡിനെ ഇറക്കുന്നിട്ട്. റാഷ്ഫോർഡിന് എന്താ സ്ട്രൈക്കർ കളിക്കാത്ത? ഫറാനേക്കാളും ബെറ്റർ ഫിസിക് ഉണ്ട്, ഏരിയൽ എബിലിറ്റി ഉണ്ട്, പേസ് ഉണ്ട്. 64 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ കളിച്ചാൽ അതുപോലെ കളിച്ചാൽ മതിയായിരുന്നല്ലോ ആദ്യം തൊട്ടേ. അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് കൺവേർട്ട് ചെയ്യാം. ഫെർമിൻ ഹാഡ് എ ബാഡ് ഗെയിം. അതുപോലെ ഫെർമിൻ ആദ്യത്തെ ഫസ്റ്റ് കളി തുടങ്ങിയപ്പോൾ ആ ഷോട്ടല്ലാണ്ട് ഫെർമിൻ്റെ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹറാം ബോളിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കളി കണ്ടതല്ലേ എല്ലാവരും. പക്ഷെ അറ്റ്ലീസ്റ്റ് വി ഡിസേർവ് സംതിങ് ഫ്രം ദിസ് മാച്ച്.
3 ഗോൾ അടിച്ച് ഒരെണ്ണം കൂടി അടിക്കാനുള്ളൂ. ഇവിടെയാണ് ലീഗലായിട്ടുള്ള ഒരു ഗോള് ഇല്ലീഗലാക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുന്നത്. ഫസ്റ്റ് ലെഗിൽ കുബാർസി അടിച്ച ഗോള് അതായത് സ്വമേധയാ കമ്പ്യൂട്ടർ വരച്ച ലൈനല്ല അത് ഹാൻഡിൽ വരച്ച ലൈനാണ് ഇവർ ഓഫ് സൈഡ് ആക്കാൻ വേണ്ടിയിട്ട്. ലീഗൽ ഗോളാണ് റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞത് ഫസ്റ്റ് ലെഗിൽ. ലീഗൽ ലെജിറ്റ് ഗോളിൽ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഇപ്പോൾ 3 ഗോൾ അടിച്ചിട്ട് നമുക്ക് ആ ഗോളും കൂടി ഇന്നാ ടൈ ആയിരുന്നു. എക്സ്ട്രാ ടൈം കൊണ്ട കളിയാണ്. ആൻഡ് താങ്ക്സ് ടു സ്പാനിഷ് റെഫറീസ് അല്ലെങ്കിൽ സ്പാനിഷ് മറ്റേ RIF സ്പാനിഷ് ഫെഡറേഷൻ്റെ റെഫറീസിനോട് വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇത്രയും AI പോലുള്ള ഈ കാലത്ത് കൈകൊണ്ട് ലൈന് വരച്ച് ഫസ്റ്റ് ലെഗിൽ ആ ഗോള് റൂൾ ഔട്ട് ചെയ്തതിന് വലിയൊരു നന്ദി. പക്ഷെ എനക്കൊരു പരാതിയില്ല, ഇന്ന് എല്ലാവരും നന്നായിട്ട് കളിച്ച് എക്സെപ്റ്റ് ഫറാൻ ആൻഡ് ഫെർമീൻ. ഞാൻ ഇന്ന് എക്സ്പെക്ട് ചെയ്ത ഒരാളാണ് ഫെർമീൻ നന്നായിട്ട് കളിക്കുന്നു. ഫെർമീൻ ആദ്യത്തെ ഒരു ഷോട്ട് അടിക്കാനല്ലാണ്ട് പിന്നെ അതിനുശേഷം ഫെർമീനെ കണ്ടേ ഇല്ല. പറയേണ്ടത് ജെറാർഡ് മാർട്ടിനും കുബാർസിൻ്റെ കുറേ കാലത്തിന് ശേഷമുള്ള നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്ന്. പെഡ്രി പിന്നെ എന്നത്തെയും പോലെ ഇത്. പിന്നെ യമാൽ ആ ഫസ്റ്റ് ഗോൾ ക്രിയേറ്റ് ചെയ്തത് ഔട്ട് ഓഫ് നോവെയർ ആണ്. ആ ഫസ്റ്റ് ഗോൾ ക്രിയേറ്റ് ചെയ്തത് യമാൽ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പക്ഷെ അവസാനത്തെ ഗോൾ മാത്രം വന്നില്ല. പക്ഷേ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് അല്ല. കാരണം മേ ബി ചാമ്പ്യൻസ് ലീഗിലേക്ക് നമുക്ക് ഒരു റെസ്റ്റ് കിട്ടും. ആകെ ഇത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഫൈനൽ വരുന്നത്, ലീഗിൻ്റെ കോപ്പ ഡെൽ റേൻ്റെ ഫൈനൽ വരുന്നത്. അപ്പോൾ അത് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ട്രോഫിയാണ് മിസ്സായത്. അത് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പോലെ ഒരു ടീമിൻ്റെ അടുത്ത്. ഇത് അത്ലറ്റിക്കോ ഇനി ഏത് കിലിയൻ എംബാപ്പേനെ സൈൻ ചെയ്താൽ പോലും അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ വൃത്തികെട്ട ഈ തീട്ടക്കളിയെ കളിക്കുള്ളൂ. തീട്ടക്കളി എന്ന് തന്നെ പറയണം, തീട്ടക്കളി. ആ കളിയെ ഇവർ കളിക്കുള്ളൂ. ഒരു ഗോൾ അടിച്ച് ലീഡുണ്ടെങ്കിൽ പോലും. അതിൻ്റെ വ്യക്തമായ എക്സാമ്പിളാണ് ഇന്ന് നന്നായിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ലുക്മാനെയാണ് ആദ്യം ഇവർ വലിച്ചത്. സിമിയോണി ലുക്മാനെയാണ് ആദ്യം സബ് ചെയ്തത് ഡിഫൻഡർ ഇറക്കാൻ വേണ്ടിയിട്ട്. ലുക്മാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാനാ പറഞ്ഞിട്ട് ലുക്മാൻ വരെ ഞെട്ടിപ്പോയി. സോ ഐ ഫീൽ വെരി ഡാം പ്രൗഡ് ഓഫ് ദിസ് ടീം ടുഡേ. ആ തിരിച്ചടിക്കാൻ പറ്റുന്നുള്ള കേപ്പബിലിറ്റി കാണിച്ചു. അടിച്ച് മുട്ട് വറപ്പിക്കാൻ 96 മിനിറ്റ് കളി ഉണ്ടായിരുന്നു. 96 മിനിറ്റ് ഡിയേഗോ സിമിയോണെ മുട്ടടിച്ചിട്ടായിരിക്കും അവിടെ നിന്നിട്ടുണ്ടാവുക. ഡിയേഗോ സിമിയോണെ അത്ലറ്റിക്കോ ഫാൻസും. പിന്നെ കളി കണ്ട തലച്ചോറുള്ളവന്മാർക്ക് അറിയാം ബാർസലോണ എമ്മാര് കളിയാണ് കളിച്ചത് നിങ്ങൾ. തലച്ചോറില്ലാത്തവന്മാർ പലതും പറയും, അത് കേൾക്കാൻ നിൽക്കരുത് ആരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, തലച്ചോറ് കളി കണ്ട റയൽ മാഡ്രിഡ് ഫാൻസിനായാലും ഏത് കൂട്ടർക്കായാലും വ്യക്തമായിട്ട് അറിയാം നന്നായിട്ട് ആരാ കളിച്ച. ബാർസലോണ ഡിസർവിങ് ആയിട്ട് ഇന്ന് കളിച്ചായിരുന്നു. പക്ഷെ ഫസ്റ്റ് ലെഗിൽ ആ വൃത്തികെട്ട പെർഫോമൻസ് ഒറ്റൊന്ന് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ലെവലിലെത്തിയത്. ഫസ്റ്റ് ലെഗിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ലെഗിൽ ഇതിൻ്റെ ഒരു 5% കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. പക്ഷെ ടൈം ഡസൻ വെയിറ്റ് ഫോർ എനി വൺ. പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അത് അന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഫസ്റ്റ് ലെഗിൽ ഫെബ്രുവരിയിൽ കളിച്ച ഫസ്റ്റ് ലെഗിൽ മെട്രോപൊളിറ്റാനോ കളിച്ച കളിയിൽ ശ്രദ്ധിച്ച് കളിക്കണമായിരുന്നു. ഇത് ഇത്രയും വലിയൊരു കോമ്പറ്റീഷനാണെന്ന് സെക്കൻഡ് ലെഗിൽ ഇത്രയും വലിയൊരു ഇത് കടക്കേണ്ടി വരും എന്നുള്ളതും അവർ ആലോചിക്കണമായിരുന്നു നമ്മളെ ബാർസലോണ ടീം. അന്നത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ റെമോൺടാഡ അടിക്കാൻ പറ്റിയില്ലെങ്കിലും റെമോൺടാഡയുടെ തെറ്റത്ത് വരെ എത്തിയതിൽ ഞാൻ സന്തുഷ്ടനാണ്. കാരണം ടീമിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ളത് ഇത്. കാരണം കുറേ കാലമായിട്ട് കംബാക്കുകൾ തീരെ പറ്റാത്തൊരു ടീമായിരുന്നു ബാർസലോണ. അത് 2014-15 ചാമ്പ്യൻസ് ലീഗിന് ശേഷം 16, 17, 18, 19, 20, 21, 22, 23, 24 വരെ നമുക്കറിയാം. ഈ 9 കൊല്ലത്തിൽ ബാർസലോണേൻ്റെ കളി കണ്ടവർക്ക് അറിയാൻ പറ്റും. ബാർസലോണക്ക് ആ ടൈമുകളിൽ കംബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ ബാർസലോണക്ക് ഉണ്ടായിട്ടില്ല. അത് തിരിച്ചു കൊണ്ടെത്തുന്ന ആൾ ഹൻസി ഫ്ലിക്കാണ്. സോ എനിക്കൊരു പരാതിയില്ല. ഇത്രയും 4 ഗോളിനൊരു 3 ഗോളിന് 1 ഗോളിനല്ല തോറ്റ, നോ വെറീസ്. ബട്ട് കളി തോറ്റെങ്കിലും ഒരു ശാന്തത, മനസ്സിനൊരു ശാന്തി ഉള്ളത് എന്താ വെച്ചാൽ 3 ഗോൾ അടിച്ചു നല്ല രീതിയിൽ കളി കളിച്ചു. ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യണം, നല്ല കളി കളിച്ച് തോറ്റു. അതിന് തോറ്റത് അതിൽ ന്യായീകരിക്കാനൊന്നുമില്ല. തോറ്റതാണ്. പക്ഷേ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദി ബെറ്റർ പാർട്ട്. ആൻഡ് ബാക്കി ഇനി ലാലിഗ അടിക്കാണ്ട് നമുക്ക് ഇനി ചാമ്പ്യൻസ് ലീഗിൽ ഇപ്രാവശ്യം കൂടുതൽ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം. കുറേ കാലമായി ചാമ്പ്യൻസ് ലീഗ് തൊട്ടിട്ട്. സോ ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ്. വിസ്ക എൽ ബാർസ, വിസ്ക കാറ്റലൂണിയ.